ഈ നാറ്റോ രാജ്യങ്ങൾക്ക് ഇതെന്ത് പറ്റി? നാറ്റക്കേസാവുന്ന ലക്ഷണമാണ് നാറ്റോ രാജ്യങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നാറ്റോ രാജ്യങ്ങൾ ഇപ്പോൾ ഒരു ലോകമഹായുദ്ധത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. റഷ്യയുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടായേക്കാമെന്ന് ഔദ്യോഗിക മുന്നറിയിപ്പുണ്ട്. എന്നിട്ടും അത് കണക്കിലെടുക്കാതെ യുക്രൈന് കൂടുതൽ ദീർഘദൂര മിസൈലുകൾ നൽകുന്നതാണ് റഷ്യയെ പ്രകോപിപ്പിക്കുന്നത്. റഷ്യയുടെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് നാറ്റോ രാജ്യങ്ങൾ ആയുധങ്ങൾ കൈമാറിയത്. ഈ ആയുധങ്ങളുമായി റഷ്യയിലേക്ക് ചെന്നാൽ മതി, ആറ്റം ബോംബ് ഇടുമെന്നാണ് പുടിന്റെ ഭീഷണി. നാറ്റോ രാജ്യങ്ങൾ നൽകിയ മിസൈൽ യുക്രൈൻ പ്രയോഗിച്ചാൽ ആണവായുധം കൊണ്ട് തിരിച്ചടി നൽകാനും മടിയില്ല എന്ന മുന്നറിയിപ്പാണ് റഷ്യ നൽകിയിരിക്കുന്നത്. അതിനായി നിലവിലെ നിയമങ്ങൾ മാറ്റാൻ പോലും പുടിൻ തയ്യാറായിരിക്കുന്നു. ഒളിയമ്പെയ്യാൻ കച്ച കിട്ടുന്ന ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഉൾപ്പെടെ 42 തന്ത്രപ്രധാന മേഖലകൾ ആക്രമിക്കാൻ റഷ്യ ഒരുങ്ങുന്നുവെന്ന് രഹസ്യ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. റഷ്യയുടെ ഏറ്റവും പുതിയ ഒറഷ്നിക് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ സർവനാശശേഷിയുള്ള നവയുഗ ആയുധങ്ങളാണ് ഈ രാജ്യങ്ങൾക്കെതിരെ റഷ്യ പ്രയോഗിക്കാൻ ഒരുങ്ങുന്നത്. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ? ആണവായുധങ്ങൾ ഉൾപ്പെടെ അത്രയും പ്രഹരശേഷിയുള്ള സ്ഫോടന വസ്തുക്കൾ വഹിക്കാനുള്ള ശേഷി ഈ പറയുന്ന ഒറഷ്നിക് ഹൈപ്പർസോണിക് മിസൈലുകൾക്കുണ്ട്. ഈ ഒരു മിസൈലിനെ തടയാൻ നിലവിൽ ഈ ലോകത്തുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനും കഴിയില്ല. ഇത്രയും നാൾ ഇതെല്ലാം രഹസ്യമായി ആർക്കും ഉപദ്രവമില്ലാതെ സ്വയം പ്രതിരോധം എന്ന നിലയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു റഷ്യ. ഇപ്പോഴും റഷ്യ പറയുന്നത് യുക്രൈനിൽ നിന്ന് ഇങ്ങോട്ട് അങ്ങനെ ഒരു ശ്രമം ഉണ്ടായാൽ മാത്രം തിരിച്ചടിക്കുമെന്നാണ്. ആ മറുപടിയിലാണ് ലോകം ഇങ്ങനെയൊരു ആയുധത്തെക്കുറിച്ച് തന്നെ ആദ്യമായി കേൾക്കുന്നത്. അമേരിക്കയും ബ്രിട്ടനും അനുവദിച്ചതുപോലെ ഫ്രാൻസും റഷ്യക്കെതിരെ ദീർഘദൂര മിസൈൽ പ്രയോഗിക്കാൻ യുക്രൈന് അനുമതി നൽകിയതാണ് പുടിന്റെ സ്വഭാവം ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഇവരൊക്കെ അപ്പോൾ തക്കം പാർത്ത് ഇരിക്കുമായിരുന്നു അല്ലേ? ശത്രുക്കളെല്ലാവർക്കും കാണിച്ചു തരാം റഷ്യ ആരാണെന്നും എന്താണെന്നും എന്ന ഭാവത്തിലാണ് പുടിന്റെ ഇപ്പോഴത്തെ ഓരോ നീക്കങ്ങളും. ചൊറിയാൻ ചെന്നിട്ടല്ലേ അനുഭവിക്കട്ടെ എന്ന പോലെ അമേരിക്ക പോലുള്ള നാറ്റോ രാജ്യങ്ങളുടെ ഈ ഒരു നടപടിയെ നോക്കിക്കാണുന്ന രാജ്യങ്ങൾ വേറെയുമുണ്ട്. എന്തായാലും റഷ്യയെ തകർക്കാൻ ലക്ഷ്യമിടുന്ന അമേരിക്ക അടങ്ങുന്ന നാറ്റോ രാജ്യങ്ങൾക്കെതിരെ കൃത്യമായ ആക്രമണ പദ്ധതി റഷ്യ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിൽ റഷ്യയിലെ ഒരു മാധ്യമം ഒറഷ്നിക് മിസൈൽ പ്രയോഗിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവിട്ടു. അത് അങ്ങനെ കുറെ ചാരന്മാർ. 42 സൈനിക താവളങ്ങളാണ് റഷ്യയുടെ ടാർഗറ്റ് എന്നാണ് ഈ അനൗദ്യോഗിക റിപ്പോർട്ടിൽ പറയുന്നത്. ഇവയിൽ 6 ബ്രിട്ടനിലാണെന്നും പറയപ്പെടുന്നു. അതുകൂടാതെ പോളണ്ട്, എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ, റൊമാനിയ, ബൾഗേറിയ, കൊസാവോ, ഫിൻലൻഡ്, സ്വീഡൻ, ജർമ്മനി, ബെൽജിയം, നെതർലൻഡ്, ഇറ്റലി, ഗ്രീസ്, സ്പെയിൻ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെയും നാറ്റോ രാജ്യങ്ങളുടെയും സൈനിക താവളങ്ങളും റഷ്യയുടെ പട്ടികയിലുണ്ടെന്നാണ് കേൾക്കാൻ കഴിയുന്നത്. ഏതു നിമിഷവും റഷ്യയുടെ ആക്രമണം ഉണ്ടാകുമെന്നും അതിനായി എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയെന്നും ഈ മാധ്യമ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു വലിയ യുദ്ധത്തിന് മുമ്പുള്ള വാണിംഗ് ആണോ എന്ന് സംശയമുണ്ട്. ലോകശക്തിയെന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന റഷ്യക്കെതിരെ ഒരു കൂട്ടം രാജ്യങ്ങൾ ആയുധങ്ങൾ പ്രയോഗിക്കാൻ അനുമതി നൽകിയ സംഭവത്തെ ഒരു മഹായുദ്ധ പ്രഖ്യാപനമായാണ് പുടിൻ കരുതുന്നത്. അതിനാലാണ് ആണവായുധ നയം റഷ്യ അതിവേഗം മാറ്റിയത്. അമേരിക്കൻ സഖ്യകക്ഷികളായ ജർമ്മനിയും ഇറ്റലിയും റഷ്യയുമായി സംഘർഷത്തിനില്ലെന്ന് പ്രത്യക്ഷത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിലും പരോക്ഷമായി യുക്രൈനെ ഇങ്ങനെ അവർ സഹായിക്കുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി കണ്ണടയ്ക്കാൻ പുടിൻ പൊട്ടനല്ല. അതുകൊണ്ട് തന്നെ നാറ്റോ രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളും റഷ്യയുടെ പട്ടികയിൽ മുൻപന്തിയിലുണ്ട്. വിദഗ്ധരടക്കം ഇതൊരു 3ാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമാണ് എന്ന് പറയുകയാണ്. വാട്ടെവർ ഇറ്റ് ഈസ്, യുദ്ധകാഹളം റഷ്യ മുഴക്കിക്കഴിഞ്ഞു. 1ഉം 2ഉം മഹായുദ്ധങ്ങൾ പോലെയല്ല ഈ 3ാം ലോക മഹായുദ്ധം. ഇത്രയും പുരോഗമനം വന്ന ഒരു ലോകത്ത് ഇനിയൊരു യുദ്ധം, അതും റഷ്യ പോലൊരു ലോകശക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ലോകത്തെ തന്നെ ചുട്ട് ചാമ്പലാക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ, രീതികൾ എല്ലാം തുറന്നു കാട്ടപ്പെടും. എത്രയോ നിഷ്കളങ്കരായ ജനങ്ങൾ, മൃഗങ്ങൾ എല്ലാം കൊല ചെയ്യപ്പെടും. ഈ ലോകം മൊത്തം അതിൻ്റെ ദുരന്തം ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും. ഇതെല്ലാം ചിലരുടെ വാശികൾ സൃഷ്ടിക്കുന്നതാണ്.
ഞാനാണ് വലിയവൻ, നീയാണ് വലിയവൻ എന്നുള്ള ചില അൺവാണ്ടഡ് ഈഗോസും ഇതിൻ്റെ പിന്നിലുണ്ട്. എന്തായാലും അമേരിക്ക, റഷ്യ പോലുള്ള വമ്പൻ ലോകരാജ്യങ്ങളാണ് ഇരു ചേരികളിലുമായി നിൽക്കുന്നത്. സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യയെപ്പോലെ ഒരു ചേരിയിലും പെടാത്ത രാജ്യങ്ങൾക്കും നരേന്ദ്രമോദി പോലുള്ള സമാധാനം ആഗ്രഹിക്കുന്ന പ്രധാനമന്ത്രിമാർക്കും മാത്രമേ സാധിക്കൂ. എന്നിരുന്നാലും റഷ്യയുടെ കാര്യത്തിൽ നരേന്ദ്രമോദിക്ക് മൗനം തന്നെയാണ്. ഈ ഒരു യുദ്ധ സാഹചര്യം ഒഴിവാക്കണമെന്ന് പറയാനല്ലാതെ മറ്റൊന്നും റഷ്യയോട് പറയാനാവില്ല. അമേരിക്കയെ പിണക്കാതെ എങ്ങനെ റഷ്യയെ സമാധാനിപ്പിക്കാമെന്ന് ഇന്ത്യ ആലോചിച്ചേക്കാം. അപ്പോഴും റഷ്യ അമേരിക്കയേക്കാൾ ഇന്ത്യക്ക് ഉപകാരം ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് എന്നത് മറക്കാനും പാടില്ല. പുടിൻ വേണ്ടപ്പോഴെല്ലാം ഇന്ത്യക്ക് വലിയ രീതിയിൽ സഹായം എത്തിച്ചിട്ടുണ്ട്. അത് മറന്നുകൊണ്ട് ഒരു നിലപാട് നരേന്ദ്രമോദിയും സ്വീകരിക്കാൻ സാധ്യതയില്ല. ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ. അതിനായി എല്ലാ രാജ്യങ്ങളും സമാധാനത്തിൻ്റെ വഴി സ്വീകരിക്കട്ടെ. ഇതെല്ലാം പ്രത്യാശ വയ്ക്കാം എന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ലോകമിത്ര പുരോഗമിച്ചിട്ടും ഇനിയും യുദ്ധങ്ങളുടെ ആവശ്യകതയുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ബോക്സിൽ എഴുതുമല്ലോ.